അടിമ വീടായ മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ നിന്റെ തലമുറയോട് ഇത് പറഞ്ഞു കൊടുക്കണം. നടക്കുമ്പോഴും പോകുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. മക്കളെ, നമ്മുടെ അടിമ വീട്ടിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ഇവിടെ കൊണ്ടുവന്ന യഹോവയായ ഒരു ദൈവം ഉണ്ടെന്ന് നിന്റെ കുഞ്ഞിന് നീ പറഞ്ഞു കൊടുക്കണം. രാവും പകലും അത് നിന്റെ പട്ടമായിരിക്കണം, എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ അമ്മയപ്പന്മാര് ഈ തലമുറയോട് നമ്മളെ ഈ അവസ്ഥയിൽ നിന്ന്, ആ അടിമത്തത്തിൽ നിന്ന് നമ്മളെ ഇന്ന് കാണുന്ന ഈ നന്മയിലേക്ക് കൊണ്ടുവന്നൊരു ദൈവമുണ്ട് കുഞ്ഞെ എന്ന് തലമുറയോട് പറഞ്ഞു കൊടുക്കാതെ അപ്പനും അമ്മയും തട്ടിപ്പോയപ്പോൾ യഹോവയെ അറിയാത്തൊരു കുഞ്ഞ് തലമുറ ഉണ്ടായി. കുഴപ്പം അവരുടെ അല്ല. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് വേദപുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു കൊടുക്കാൻ പലർക്കും സമയമില്ല. അവര് പ്രവാചകന്മാരെ തപ്പി തപ്പി നടക്കുക. 1.5 മണിക്കൂർ വചനം കേട്ടിട്ട് അമ്മാമ്മയ്ക്ക് ദൂതൊന്നും കിട്ടിയില്ല. ഇനി 10 മിനിറ്റ് പായിട്ടിരുന്നാലേ കിട്ടും. അതാ ഗതികേടെന്ന് പറയുന്നത്. ഉണ്ടെന്നില്ലല്ലോ. എത്ര അനുഭവങ്ങൾ. പായിട്ടിരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഇയാൾ ഇങ്ങോട്ട് വന്നിട്ട്, മാമേ, അമ്മാമ്മയുടെ ഒറ്റയാളുടെ കണ്ണുനീരാ ഈ വീടിങ്ങനെ പോകുന്നത്. അച്ചായൻ ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല, ചൂടൊക്കെ കീഴടക്കി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു കേട്ടു. ഇത് കേൾക്കേണ്ട താമസം. പെണ്ണല്ലയോ ഐറ്റം അങ്ങ് ഇട്ട് കൊടുക്കും. എൻ്റെ കൊണ്ട് മാത്രമേ ഈ മനുഷ്യനോട് പറഞ്ഞ പ്രാർത്ഥിക്കത്തില്ല, ഓസിക്കത്തില്ല, ഇങ്ങനെ ഇനി എന്തോ ഇങ്ങനെ ചെയ്യേണ്ടത് ആകാലത് വാങ്ങിയിട്ട് കൊടുക്കും. അതിനാ പെണ്ണ് ഇത് കേട്ട് ഇല്ലറ മേടിച്ചിട്ട് ഇവൻ നേരെ അച്ചായൻ്റെ അടുത്ത് കൊണ്ടുവരും. അച്ഛാ, അമ്മാമ്മച്ചൂടെ കീഴടങ്ങുണ്ട് കേട്ടോ, കുറച്ചുകൂടെ കീഴടങ്ങിയിരിക്കണം. പുറത്ത് വന്നടിക്കും. ഇവിടുന്ന് കിട്ടിയ മേടിച്ചോണ്ട് ഇവൻ ഫ്ലൈറ്റ് കയറും, കുടുംബത്തിൽ അടി തുടങ്ങും. വിട്ട് കളഞ്ഞിട്ട് ദൈവവചനത്തോട്ട്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു ദൈവം പുസ്തകത്തിലുണ്ട്. ആ ആലോചന പറയാൻ എൻ്റെ ദൈവം 100 വട്ടം റെഡിയായിട്ട് നിൽക്കുന്നു. കേൾക്കാൻ ഈ പുസ്തകം എടുത്തൊരു 10 മിനിറ്റ് മാറിയിരിക്കാൻ നിനക്ക് സമയമില്ല. എന്നോട് ചോദിച്ചു, ഷമീറെ, ദൈവത്തിന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്താ? ഞാൻ പറയും, 8 വർഷം മദ്രസയിൽ ഖുർആൻ പഠിച്ചു മാത്രം അറിവുള്ള എനിക്ക് ഇതിനകത്ത് കുറിപ്പും എഴുതി വെച്ചതും ഫ്ലൈറ്റിൽ കയറിയപ്പോഴും വളവ് തിരിഞ്ഞപ്പോൾ കിട്ടിയതൊന്നുമില്ല. ഇത് തുറന്നിട്ടില്ല ഈ നേരം വരെ. പറഞ്ഞ വാക്കുകളെല്ലാം പുസ്തകത്തിലുണ്ട്. പോയി പഠിച്ചതല്ല, പറഞ്ഞു പഠിപ്പിച്ചതല്ല, കോളേജിൽ പഠിച്ചതല്ല. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാമെന്ന് പറഞ്ഞ കർത്താവിന്റെ പുസ്തകവുമായി ഈ വേദിയിൽ നിൽക്കുന്നതാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. നീ ഇരിക്ക്, പറഞ്ഞു തരത്തില്ലേ ദൈവം? ആമേൻ. സമയമില്ല. തലമുറയുടെ പ്രശ്നമല്ല. അമ്മേ, മര്യാദയ്ക്ക് ആ കൂലിപ്പണി ചെയ്തും പാടത്ത് പണിയെടുത്തും മുറുകാൻ കടയിട്ടും അവിടെ ഇവിടെയൊക്കെ ഇരുന്നും എല്ലാം ജോലി ചെയ്തവര് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ മലയാളം വീട്ടിൽ മക്കളോട് പോലും എന്ത് ചെയ്യത്തില്ലെന്ന്. പിന്നെ അവർക്ക് ഈ പ്രസംഗം മനസ്സിലാകാതെ പോകുന്നതിന്റെ കുറ്റം അവരുടെ അല്ലെന്ന്. കുറഞ്ഞ പക്ഷം വീട്ടിലെങ്കിലും പിള്ളേരടുത്ത് മലയാളം പറയണം. അതിന് പകരം ഇവിടെ വന്നവരെല്ലാം ഇവിടുത്തുകാരാകാൻ ശ്രമിക്കുക. ഇവിടുത്തുകാരാകാൻ ഉള്ള ശ്രമമായി കാണിക്കുന്നത്. തല കുത്തി എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാലും ഇവിടുത്തുള്ളവർ നിന്നെ ഇന്ത്യൻ എന്നേ വിളിക്കത്തുള്ളൂ. ഇവിടെ ഉള്ളവരാരും അത്രേ ഉള്ളു. എന്തിനാ ഈ കാട്ടിക്കൂട്ടുന്നേ? സ്വത്രം. ഈ ഇടയ്ക്ക് ഒരാൾ നാട്ടിൽ പ്രത്യേകം എനിക്ക് മുമ്പ് ഇച്ചിരി സമയം പുള്ളിക്ക് കൊടുത്തു. പുള്ളി അമേരിക്കയിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താ. പിന്നെ പുള്ളി കയറി. ഞാൻ വിചാരിച്ചു പൂച്ച ഏതായാലും എലിയെ പിടിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ആളായ. പൂച്ച ഏതോ കറുത്ത പൂച്ച തന്നെ വേണം, വെളുത്ത പൂച്ച തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. ഏത് പൂച്ചയാക്കണം, നമുക്ക് എലിശല്യം തീർന്നു കിട്ടിയാൽ ആര് പ്രസംഗിച്ചാലും സുചേടം കേട്ടോ ജനം രക്ഷിക്കപ്പെട്ടോ, നമുക്ക് അത്ര ഉള്ള ആഗ്രഹം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അദ്ദേഹം സംസാരിക്കുക, അതിൻ്റെ ബാക്കി ഞാൻ സംസാരിക്കും. പക്ഷെ പുള്ളി കയറിയെന്നു ഞാൻ അമേരിക്കയിൽ അപ്പടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മംഗ്ലീഷ് കൊണ്ട് പറഞ്ഞ് ഒപ്പിച്ചു. എന്നിട്ട് പറയുന്നു, ഞാൻ ചില വാക്കുകളൊക്കെ പറഞ്ഞ് തെറ്റിപ്പോകും, നിങ്ങളൊക്കെ തേങ്ങ എന്ന് പറയുന്ന പോലെ എനിക്ക് തേങ്ങ എന്ന് പറയാൻ ഒക്കത്തില്ല. അപ്പൊ 2 പ്രാവശ്യം പുള്ളി തേങ്ങ എന്നാ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനങ്ങ് അതിശയിച്ചു പോയി. എടാ, നിങ്ങളൊക്കെ തേങ്ങ മാങ്ങ എന്ന് പറയുന്ന പോലെ എനിക്ക് തേങ്ങ മാങ്ങ എന്നൊന്നും പറയാൻ ഒക്കത്തില്ല, തെറ്റിപ്പോ. തേങ്ങ മാങ്ങ എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഈ കളിയൊക്കെ എന്തിനാ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതല്ലേലും അങ്ങനെ. ഞാൻ ഇനി ഇങ്ങോട്ട് വരാനോട്ട് ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ എനിക്കെന്താ? പിന്നെ ചില പറയും എല്ലാവരും ഇങ്ങനെ പറഞ്ഞാച്ചാ പോകുന്നത്. വേണ്ടച്ച ചുമ്മാ. എനിക്കാണ് എങ്ങനെയെങ്കിലും 3 ദിവസത്തിൽ കൂടുതൽ പിള്ളേരെ കുട്ടി നിന്നിട്ടില്ലാത്ത ഞാനിപ്പോൾ 3 മാസമായി. കൊച്ചുങ്ങൾക്ക് അമേരിക്ക പോയിന്റ് എക്സൈറ്റ്മെന്റ് ഒന്നും അവർക്കില്ല. അവർ ചോദിക്കുന്ന അപ്പം എന്താ വരാത്ത ഇട്ടേച്ച് പോയെന്നൊക്കെ അവരില്ല. പോയാൽ സ്വന്തം. ഓക്കെ, ഇപ്പൊ സഖ്യതീതാ
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, യഹോവയെ അറിയാത്ത തലമുറ. നമ്മളിത് കളിയായി കാണരുത്. തലമുറകൾ കൈവിട്ടു പോകുന്നതിന്റെ കാരണം. എന്നിട്ട് ചോദ്യം മൊത്തം ആരോടാ? കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, എന്നെ വേണ്ടായോ നിനക്ക്, എന്റെ തലമുറയെ വിടുവിക്കുക. എല്ലാം കുഴപ്പമാണല്ലേ? ദൈവത്തിന്റെ 100 ചോദ്യം ദൈവത്തോട് ചോദിക്കും. എന്നിട്ട് ചർച്ചയിൽ വന്ന് പാടുകയും ചെയ്യും. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ ആരും. എന്തല്ല ഞാനൊന്നും ചിരിക്കല്ലേ, പേടിപ്പിക്ക. സംഗതി ഇതാ, മടങ്ങി വരാം, വിഷയത്തിലോട്ട് ഓടി വരാം. അപ്പൊ ശ്രദ്ധിക്കണേ, അവ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയെന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ഒറ്റ പ്രസംഗത്തിൽ കൈവൊക്ക് കാലുവൊക്ക് ഒന്നും പറഞ്ഞില്ല. 3000 പേര് രംഗത്തുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു സ്നാനം കഴിപ്പിച്ചതും യോഹന്നാൻ 3:22 യേശു യഹൂദ്യ ദേശത്തെത്തി, അല്ലേ? ശിഷ്യന്മാരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിനരികെ തൈനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനം പറ്റും, ആളുകൾ വന്ന്. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? വന്ന് സ്നാനം പറ്റും, പിടിച്ചു വലിച്ചു മുക്കിയെന്നല്ല. അപ്പൊ ഇവിടെയും അങ്ങനെയാ. പ്രസംഗം കേട്ടപ്പോൾ ജനം മുന്നോട്ട് വരിക, അല്ലാതെ കാല് പൊക്ക കൈ പൊക്ക ആർക്ക് വേണം. ഞാൻ ഇതൊന്നും ചോദിക്കാറില്ല. കാര്യം ഞാൻ കൈ പൊക്ക് കാല് പൊക്കുന്നു, നിനക്ക് വേണോ നീ ഗുണപ്പെടും, ഇല്ല നീ പോയി തീ കിടന്ന് പുഴുവിനെ എണ്ണി കളിക്കുക. എനിക്ക് എന്നോട് തമ്പുരാൻ പറയാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞേച്ച് പോവുക, നിനക്ക് വേണോ സ്വീകരിക്കുക. ആദ്യമൊക്കെ പറയാന്ന്, പിന്നെ അങ്ങ് നിർത്താൻ കാരണം എന്താണെന്ന് അറിയാം. ഇതിപ്പോ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമല്ല കേട്ടോ. ആരെങ്കിലും കൈ തീരുമാനം എടുപ്പിക്കുക നല്ലതാ, തെറ്റൊന്നുമില്ല. പക്ഷെ ഞാനങ്ങ് നിർത്തി. എന്നെ കാരണം എന്താ അറിയാമോ? ഈ കൈ വെക്കാൻ പറയുമ്പോൾ 5-6 അമ്മച്ചിമാർ കൈ വെക്കും. ആരാ? പെന്തിക്കോസ് അമ്മച്ചിമാർ. ഇവരെല്ലാ കൺവെൻഷനും പൊക്കാൻ വേണ്ടി പോകുന്നത്. അവർ രക്ഷിക്കപ്പെട്ടെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ഈ 5 കൈ കാണുമ്പോൾ സംഘാടകന് സന്തോഷമാവും. സഭയിൽ ഒരെണ്ണമുണ്ടോ? ഇല്ല. ആളുകൾ വന്ന സ്നാനമേറ്റു. അടുത്ത വാക്ക്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. കാതലായ വിഷയത്തിലോട്ട് വരിക. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പൊ യേശു എന്താ കൽപ്പിച്ചത്? ഞാൻ നിങ്ങളോട് പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങൾ